നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി അവർ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. അനുഭവസാക്ഷ്യം വീഡിയോകൾ കാണുമ്പോൾ പലർക്കും സാറിൻ്റെ അടുത്ത് എത്തണമെന്ന് ആഗ്രഹമുണ്ടാവും. സാമ്പത്തിക സ്ഥിതി കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അതിനു വേണ്ടി സാറിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. കാരണം വഴി ലഭിക്കുമെങ്കിൽ ആ വഴിയിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലും. പിന്നെ ചില മണ്ടശിരോമണികൾ മാത്രമായിരിക്കും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്നവർ. അല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ വീടുകളിൽ നിലവിളക്ക് കൊളുത്തുന്ന ആളുകളാണ്. ക്രിസ്ത്യാനികളായാലും ശരി, മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളാണെങ്കിലും നിലവിളക്ക് കൊളുത്തുന്ന ആളുകളാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു തിരി അല്ലെങ്കിൽ 3 തിരി 5 തിരി ആ രീതിയിലേക്ക് നിലവിളക്ക് കൊളുത്തുക. 2 തിരി 4 തിരി എന്നുള്ള സമ്പ്രദായം ഒഴിവാക്കുക. അങ്ങനെ 1 തിരി 3 തിരി 5 തിരി എന്ന രീതിയിലേക്ക് നിലവിളക്ക് കൊളുത്തുക. അങ്ങനെ നിലവിളക്ക് കൊളുത്തി 2-3 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതിനുശേഷം നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം, വെള്ളം, അത് പൈപ്പ് വെള്ളമായാലും കിണർ വെള്ളമായാലും ഒരു ചെറിയ മൺകുടം വാങ്ങി ആ മൺകുടത്തിലെടുത്ത് എൻ്റെ ധർമ്മദൈവങ്ങളെ, എൻ്റെ പരദേവതകളെ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഉമ്മറത്ത് വയ്ക്കുക. ഉമ്മറത്ത് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ടിൽ വയ്ക്കാം, തിണ്ണയിൽ വയ്ക്കാം, നടക്കലിൽ വയ്ക്കാം, എവിടെ വേണമെങ്കിലും വയ്ക്കാം. മൂടാൻ പാടില്ല. അങ്ങനെ വെച്ചതിന് ശേഷം നിലവിളക്ക് അരമണിക്കൂർ കത്തി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വയ്ക്കാം. വെള്ളം മുറ്റമടിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മുറ്റമടിച്ചതിന് ശേഷം 4 ചുറ്റിലും വേണമെങ്കിൽ തളിക്കാം. അതല്ലെങ്കിൽ മുൻവശത്ത് മാത്രം തളിക്കാം. ഇനി അതല്ല നമുക്ക് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, മുറ്റമൊന്നുമില്ല, വിദേശത്തുള്ളവരാണെങ്കിലും അവർക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർ മുറ്റമില്ലാത്തതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ വിസിറ്റിംഗ് റൂം തന്നെ മുറ്റമായിട്ട് സങ്കല്പിച്ച് അവിടെ അടിച്ചതിന് ശേഷം ഈ വെള്ളം കുറച്ച് തളിക്കുക. ബാക്കിയുള്ള ജലം നമുക്ക് വാഷ് ബേസിനിൽ ബാക്കിയുള്ള ജലം ഒരു ബക്കറ്റിൽ ഒഴിച്ച് വേറെ വെള്ളം കൂട്ടി അതിലൊഴിച്ച് ജലാധിവാസം നടത്തിയ ശേഷം വാഷ് ബേസിനിൽ ഒഴിച്ച് കളയുകയും ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും 21 അല്ലെങ്കിൽ 41 ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ഒരുപാട് മുമ്പ് പറഞ്ഞു കൊടുത്ത് പലർക്കും ജീവിതാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എത്ര ധനാഢ്യരായാലും ഇപ്പോൾ ഇവിടെ കോടികളൊക്കെ നഷ്ടം വന്നിട്ടൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരും പറയും ഒരു ഗതിയുമില്ല പരഗതിയുമില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ആദ്യപടിയായിട്ട് ഒരു പൈസ പോലും മുടക്കില്ലാതെ, ഇനിയിപ്പോൾ നമുക്ക് 3 തിരി 5 തിരി വിളക്ക് വയ്ക്കാൻ നിവർത്തിയില്ലെങ്കിൽ, നിലവിളക്ക് കൊളുത്താൻ നിവർത്തിയില്ലെങ്കിൽ ഒരു ചിരാതിൽ 1 തിരി കത്തിച്ചാൽ മതിയാകും. അത് വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ടാണ് കത്തിക്കേണ്ടത്. ഇപ്പോൾ വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട് തിരിയിടുക, കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ട് തിരിയിടുക, തെക്കോട്ടാണെങ്കിൽ തെക്കോട്ടിടുക, പടിഞ്ഞാറോട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിയിടുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നുള്ളവർ KV സുഭാഷ് തന്ത്രി പ്രണവ് ദി ആസ്ട്രോളജി ചാനൽ, ഇങ്ങനെ 2 യൂട്യൂബ് ചാനലുകളാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനലുകളിൽ കയറി ഞാൻ ഈ പറയുന്ന ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സത്യസന്ധത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല ജ്യോതിഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെകുത്താൻ കുന്തിരിക്കം കണ്ട പോലെ പകയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. പല മതങ്ങളിലും ജ്യോതിഷം എന്നാൽ എന്തിനാണെന്ന് പോലും അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാം നിങ്ങളെ വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുത്തി വട്ടം ചിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഹൈന്ദവത്തിലെ സന്യാസ ആശ്രമങ്ങളെല്ലാം. പല സന്യാസ ആശ്രമങ്ങളും ദൈവമില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ സന്യാസി വേഷം ധരിച്ചത് എന്ന് ചോദിക്കാൻ പോകുന്ന ആൾക്ക് അതിനുള്ള അറിവില്ലാത്തതുകൊണ്ട് അവർ ചോദിക്കുകയുമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ വേറിട്ട വഴികളിലൂടെ, കാണാപ്പുറങ്ങളിലൂടെ ഓരോ മനുഷ്യരെയും കരയ്ക്കടുപ്പിക്കുന്നതിന്, അവരുടെ ജീവിതം കരയ്ക്കടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാം. ഈ ജ്യോതിഷം പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ഓൺലൈൻ ക്ലാസ്സുകൾ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ചേർന്ന് പഠിക്കുക. അതോടൊപ്പം നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാതകം വായിച്ച് നോക്കി ഇപ്പോൾ ഏത് കാലമാണ് കടന്നു പോകുന്നത്, നല്ല കാലമാണോ മോശം കാലമാണോ, മോശം കാലമാണെങ്കിൽ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, ദശാകാലങ്ങൾ ഏതെല്ലാമാണ്, പഠനം
എത്ര വരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോലി എന്തെല്ലാം ലഭിക്കും, വിവാഹിതരല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഏതെല്ലാമാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമാക്കിക്കൊണ്ടാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം ജാതകങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യവാദികൾ എഴുതി തന്നിരിക്കുന്ന ജാതകമാണ് ഈ വായിക്കാനും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ കൃത്യമായിട്ട് മലയാളത്തിലാണ് എഴുതുന്നത്. നിങ്ങൾക്ക് തന്നെ ആ ജാതകം ഉള്ളിടത്തോളം മറ്റൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകേണ്ടി കൂടി വരികയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ജാതകം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതന ധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെയാണ് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ആയില്യത്തിനും സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യമായി തന്നെ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മിച്ചോളുന്നു. നമസ്കാരം, എൻ്റെ പേര് സുരേഷ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ചേരമംഗലത്ത് ഈ സ്ഥലത്ത് വന്നു ദോഷം മാറ്റാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2000 ദോഷം വന്നതായിട്ട് നമുക്ക് പറയുകയുണ്ടായി. അതിന് പ്രകാരം വലിയ പൈസ ചിലവൊന്നുമില്ലാതെ വെറും 1000 രൂപ ദക്ഷിണ മാത്രം സമർപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഈ പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കാം എന്നുള്ളതാണ്. മഹാദേവന് പൂർണ്ണമായിട്ടും ചുറ്റി വരാം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നിവേദ്യം നമ്മുടെ കയ്യിൽ തന്നെ തന്ന് അത് ഭഗവാന് അർപ്പിക്കുവാനുള്ള ഒരു സൗകര്യം കൂടെ ഈ അമ്പലത്തിലുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് വീഡിയോയിലൂടെ സാറിൻ്റെ സുഖജാതികളെ പറ്റി അതുവഴി ഈ ഇവിടെ അമ്പലത്തിലെ ജലമൂലികളൊക്കെ നല്ല തെറ്റുണ്ടായി, ഗണപതി നാരായണനുള്ള തെറ്റുണ്ടായി. അങ്ങനെ പൂജയിൽ പങ്കെടുത്തു. പൂജയിലും മാറ്റങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെയുള്ള ബാധാപ്രശ്നങ്ങൾ എന്തെങ്കിലും സംശയം വന്നപ്പോൾ ഇവിടെ വരെയുണ്ടായി. സാറോട് ചോദിച്ചു. അതിന് ഞങ്ങൾക്ക് വെറും 1000 രൂപ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ 22 ക്ഷേത്രങ്ങളും കൂടിയിട്ടും ഗണപതി പൂജ, നാരായണമാലയത്തിൻ്റെ ഗണപതി പൂജ അതുമാതിരി ഹനുമാന്റെ ഏകസ് അതും വളരെ ഉപകാരപ്രദമായിട്ട് അതും വളരെ ഉപകാരപ്രദമായിട്ട് വളരെ കൃത്യമായിരുന്നു. നാരായണമാലയും ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.